ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ നമ്മുടെ രേവതിക്കുട്ടിക്ക് കൈ നിറയെ ഡ്രസ്സുകൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടേ കൊടുത്തിരിക്കുക കേട്ടോ, മാമച്ചനും രേസമ്മയും കൂടി. ആ ഒരു സമയത്ത് ഈ ഡ്രസ്സ് മുഴുവൻ എനിക്ക് എന്തിനാണെന്ന് ചോദിച്ച രേവതിക്കുട്ടിയോട്, ഇതൊക്കെ നിനക്ക് ഇവിടെ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാനാണെന്നും പിന്നെ ഇത് എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകാനാണെന്നും പറഞ്ഞ് നല്ലൊരു ഉടുപ്പും കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ രേവതിക്കുട്ടി അന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇതൊന്നും കണ്ണുകളെ വിശ്വസിക്കാൻ ആ ഭാവത്തിന് പറ്റുന്നില്ല. മാമച്ചൻ ഇതൊക്കെ അപ്പുറം നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇത് ഇത് എല്ലാം എനിക്കാണോ? അല്ല, എനിക്ക് വാങ്ങിച്ചതാണെന്ന് നേരത്തേക്കും രേസമ്മ ദേഷ്യത്തോടെ പറയാം. മലയാളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ? എൻ്റെ പൊന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കൊതി കുത്തിയിരിക്കുക രണ്ടുപേരും കൂടി അവിടെ. അപ്പം ഇതെല്ലാം കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിച്ച് രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ പാവം ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ സമയം ഇത് കണ്ടപ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ ഇവരിങ്ങനെ നോക്കി കുശുമ്പ് പോലെ നിൽക്കുക. അപ്പം ഞാനും അലീന ചേച്ചിയും വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് ചോദിച്ച് വാങ്ങുന്ന പഴയ ഡ്രസ്സുകളാണ് ഞങ്ങൾ ഇത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്നതെന്ന കാര്യം നമ്മുടെ രേവതിക്കുട്ടി ഇവരോട് പറയാം. അത് കേട്ടപ്പോൾ മാമച്ചനും രേസമ്മയുടെയും ചങ്ക് തകർന്നു പോയിട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ഇട്ടുകൊണ്ട് വാ എന്നും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. അപ്പം നിനക്കതൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പം ഇഷ്ടപ്പെട്ടോ എന്ന് ഇങ്ങനെ തലയാട്ടി റൂമിൽ കൊണ്ടുപോയി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ റൂമിലേക്ക് പോകാൻ നോക്കുക. അപ്പോഴത്തേക്കും അവർ വിഷമിച്ച് ഇങ്ങനെ നോക്കുക. നിനക്ക് പോവല്ലേ എന്നും പറഞ്ഞ് ഒരു കവറും കൂടെ എടുത്ത് ഇങ്ങനെ രേവതിക്കുട്ടിയെ കാണിച്ചത്. ഇതിൽ കുറച്ച് സാധനങ്ങൾ നിനക്കുണ്ട്. ഇത് സ്പ്രേ ആണെന്നും ഇത് ഹെയർ സ്പ്രേ ആണെന്നും ഇത് ഹെയറിൻ്റെ തന്നെ ഏതാണ്ടൊരു സാധനമാണ്. പിന്നെ ദാ ഇത് നോക്കിക്കേ, ഹെയറിന് പിന്നെ സ്ലൈഡുകൾ, പിന്നുകൾ, ഹെയർ ബാൻഡുകൾ, ഷാർപ്നർ, കൺമഷി, നെയിൽ കട്ടർ, പിന്നെ ഫേസ് ക്രീം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോയി റൂമിൽ വെച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ ആയിട്ട് നമ്മൾ രേവതി മുറിയിലേക്ക് കയറിപ്പോയി. രേവതി മുറിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയും കൂടെ അവിടെ ഇരിക്കുക കേട്ടോ. ഗ്രേസമ്മ ഇങ്ങനെ നോക്കുവാണേ, ഭയങ്കര സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോടെ അവളുടെ സന്തോഷം കണ്ട മാമച്ച, ഇത്രയും കാലം ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അവൾക്കൊന്നും ഇങ്ങനെ പറയുമ്പോൾ നിനക്കത് വാങ്ങിച്ചു കൊടുക്കാൻ തോന്നിയത് എന്തായാലും നന്നായി എന്ന് മാമച്ചൻ ഇങ്ങനെ ഗ്രേസമ്മയോട് പറയാം. എന്നിട്ട് ചായയൊക്കെ കുടിച്ച് അവരങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് പറഞ്ഞതുപോലെ ആ ഉടുപ്പ് വിട്ട് നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ, നല്ല മാലാഖ കുഞ്ഞിനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരും ഇങ്ങനെ രേവതിക്കുട്ടിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ മാലയും കമ്മലും ആ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇവരുടെ മുന്നിൽ വന്ന രേവതിക്കുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. രേവതിക്കാണെങ്കിൽ ആകെ ഒരു ചമ്മലും നാണമൊക്കെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് നാണം കുണിങ്ങി നിൽക്കുന്നു. കൊള്ളാം, നിനക്ക് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ടെന്ന് ഗ്രേസമ്മ പറഞ്ഞു. അല്ല മാമച്ചായ, സൂപ്പറായിട്ടുണ്ടെന്ന് മാമച്ചനും പറഞ്ഞു കേട്ടോ. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിക്കുട്ടി എന്നിട്ട് ചിരിച്ച് തുള്ളിച്ചാടി മുകളിലോട്ട് കയറി പോകുമ്പോഴേക്കും അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ഗ്രേസമ്മ ഇങ്ങനെ നോക്കുക മാമച്ചൻ അന്നേരത്തേക്കും രേവതിക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുവാണേ. ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഷൈ ആയിട്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ രേവതിക്കുട്ടി. കൊള്ളാം, സൂപ്പർ എന്ന് മാമച്ചൻ. ഉള്ളു നിറച്ച സ്നേഹ, പക്ഷെ പുറത്തത്ര ഇവരും കാണിക്കുന്നില്ലെന്ന് മാത്രം. പൊക്കോ എന്നും പറഞ്ഞ് മാമച്ചൻ എന്നിട്ട് രേവതിക്കുട്ടിയെ പറഞ്ഞു വിട്ടു. രേവതിക്കുട്ടി അങ്ങ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വളരെ സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പം ഗ്രേസമ്മയ്ക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ മനു വീട്ടിലേക്ക് വരുന്നു. കോളിംഗ് ബെൽ അടിച്ചു. അലീന വന്ന് വാതിലും തുറന്നു. മനുവിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി. ആകെ അവിടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മനു മാത്രമല്ലേ ഉള്ളൂ. അപ്പം മനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ ഒരു സിറ്റുവേഷൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ നമ്മുടെ അലീന. അപ്പോൾ ഈ മനുവിനെ കണ്ടപ്പോഴേക്കും ഞാനിപ്പോൾ ആലോചിച്ചുള്ളൂ മനുവേട്ടനെ കുറിച്ച്. മനുവേട്ടനായിരിക്കുമോ ഒന്നിങ്ങനെ കറക്റ്റ് അതുപോലെ ആയല്ലോ. അത് തെറ്റ് എന്ന് മനു അന്നേരം അലീനയോട് പറഞ്ഞു. അയ്യോ, ഞാൻ സത്യം പറഞ്ഞേ, ഞാൻ ഇപ്പം ആലോചിച്ചതേ ഉള്ളൂ. അങ്ങനെ പറയരുതായിരുന്നോ? അപ്പോൾ അതല്ലെന്നേ. പിന്നെ എന്താ, അലീന ഓർത്തത് കൊണ്ടൊന്നും അല്ല ഞാൻ വന്നത്. മറിച്ച് ഞാൻ വന്നത് കൊണ്ടാണ് അലീന എന്നെ ഓർത്തത്. അയ്യോ, അതെങ്ങനെയാ? അത് നമ്മുടെ മനസ്സിലൊരു അലാറം സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ഇഷ്ടമുള്ളവർ വരുമ്പോഴേ മനസ്സിൻ്റെ ഒരു അലാറം അത് പിടികിട്ടുമെന്ന് പറഞ്ഞു. അപ്പം മനസ്സ് എന്ത് ചെയ്യും? അവരെക്കുറിച്ച് ആലോചിക്കും. ഒരു ചെറിയ ഓപ്പൺ തുറന്നിടും. അങ്ങനെയാണ് അലീന എന്നെ ഓർത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും അതുപോലെ മനുവേട്ടൻ്റെ മനസ്സിലെ ഡേറാറിൽ കിട്ടുമെന്ന് ചോദിച്ചു. എന്താ സംശയം? ഞാൻ കൊല്ലപ്പള്ളിയിൽ വന്നപ്പോഴേ എനിക്ക് സിഗ്നൽ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സിഗ്നലാണ് കിട്ടിയത്? അലീന എന്നുള്ളൊരു പെൺകുട്ടി ഉണ്ടല്ലോ കടപ്പാട്ടൂര്, അതിപ്പോൾ എന്ത് ചെയ്യുന്നോ ആവോ എന്ന്. അപ്പോൾ അലീന ഇങ്ങനെ നിന്ന് ചിരിക്കുക കേട്ടോ. അങ്ങനെ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അല്ല അതൊക്കെ പോട്ടെ, ഇവിടെ എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചു. സുഖമല്ലേ അലീന കൊച്ചിനെന്ന് ചോദിക്കുമ്പം സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
പിന്നെ വൈജയന്തി ആൻറ്റി പീഡനം, പോര്, കുശുമ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അറിയാതെ അല്ലേ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ മനു ഇങ്ങനെ നോക്കുക. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തറിയാതെയാണെന്ന്. അപ്പം അറിയാതെ മനുവിൻ്റെ മുന്നിൽ അലീനയുടെ നാവിൽ നിന്ന് ആ സത്യം അങ്ങ് പോയിട്ടോ. അലീന പോലും അറിയാതെ അലീന ആ സത്യം മനുവിനോട് വിളിച്ചു പറഞ്ഞു. അപ്പം അലീനെ ഒന്നങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് മനു ഇങ്ങനെ നിൽക്കുക. അല്ല ഞാനൊരു പാവമാണെന്ന് അറിയത്തില്ലല്ലോ, അതാ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ഓ അങ്ങനെ, അതിപ്പോൾ എനിക്കും അറിയാൻ മേലല്ലോ ഇയാളൊരു പാവമാണോ അതോ ഭയങ്കരിയാണോ എന്നൊന്നും. അപ്പോൾ അതൊന്നും അറിയണ്ട, അതാ നല്ലതെന്ന് അലീന ഇങ്ങനെ പറഞ്ഞിട്ട് അലീന അകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്കും മനുവിൻ്റെ മുഖം അങ്ങ് വല്ലാതെ അലീന ഇങ്ങനെ പറഞ്ഞേ. പിന്നെ പെട്ടെന്ന് തന്നെ മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി എന്നും പറഞ്ഞ് ചെന്ന് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുക. ആഹാ മനു നീ വന്നോ, വാ നീ ഇങ്ങോട്ട് ഇരുന്നേ എന്നും പറഞ്ഞ് മുത്തശ്ശി വിളിച്ചടുത്തിരുത്തുക. സുഖാണോ മുത്തശ്ശിക്ക് ഇവിടെയെന്ന് ചോദിച്ചു. കാലൊക്കെ ശരിയായി വരുന്നുണ്ടോ? അതൊക്കെ ശരിയായിക്കോളും, അലീനയല്ലേ എന്നെ നോക്കുന്നേ, അപ്പം ഗ്യാരണ്ടി ഉണ്ടല്ലേ. എടാ അവളുണ്ടെങ്കിലേ എനിക്ക് നല്ല ധൈര്യമാടാ. അപ്പോൾ മനു ഇങ്ങനെ നോക്കുക കേട്ടോ. നീ ഇന്നലെയാണോ വന്നത്? ഇന്നാ ഞാൻ വന്നേ. അപ്പോൾ ഇന്നും നാളെയും ഇവിടെ ഉണ്ടാവും അല്ലേ? ഷുവർ ഉണ്ടാവുമല്ലോ. നീ എനിക്ക് എന്നതാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇരിക്കുക. അപ്പോൾ ആ പെങ്കൊച്ചിന് നീ എനിക്ക് കൊണ്ടു തന്നില്ലേ, അതിനേക്കാളും വലുത് ഇനി വേറെ ഒന്നും തരാനില്ല എന്ന് മുത്തശ്ശി ഇങ്ങനെ മനുവിനോട് പറയുക. എന്നിട്ട് എങ്ങനെയുണ്ട് പെങ്കൊച്ചും അതുപോലെ സൗദാമിനിയുടെ മകളും തമ്മിലുള്ളൊരു കെമിസ്ട്രി അടിയാണോ? അലീന എന്നാ ചെയ്താലും അവൾക്കത് പിടിക്കത്തില്ല. പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും അവൾ കുറ്റം പറയുമെന്ന് പറഞ്ഞു. അത് പിന്നെ സൗദാമിനിയുടെ അല്ലേ മോള്, നീ ഒന്ന് പോടാ, എനിക്ക് ആരോടും കുശുമ്പും അസൂയും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ഓ നല്ല പ്രായത്തിൽ എന്നെ ജാൻസറാണി അല്ലായിരുന്നു എന്ന് ചോദിച്ചു. നിന്റെ മുത്തശ്ശനായിരുന്നു രാജാവ്, ഞാനൊക്കെ വെറും പ്രജയായിരുന്നു എന്ന് മുത്തശ്ശി അന്നേരം പറയുവാണ്. പിന്നെ എടാ മോനെ ഒരു ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായിടാന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി മനുവിനോട് പറയോ, പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യുന്നു, അവളുടെ ബാഗ് തപ്പുന്നു, ഈ മുറി ഇളക്കി മറിച്ചു പരിശോധിക്കുന്നു. എന്തായിരുന്നു ബഹളമെന്നറിയാവോ? എന്നിട്ട് സാധനം കിട്ടിയോ? ജയമോളുടെ പേഴ്സിലുണ്ടായിരുന്നെന്ന് അവൾ മറന്നു പോയതാണെന്ന് പറഞ്ഞ് മോതിരത്തിൻ്റെ കഥ പറയുമ്പോൾ ഇതാ നമ്മൾ പറയുന്നത്, നമ്മൾ വെറുതെ ആരെയും സംശയിക്കരുതെന്ന്. അവർക്ക് വല്ലാണ്ട് ഹേർട്ടാകും. അത് അലീനയ്ക്ക് എന്തുമാത്രം വിഷമം തോന്നി കാണുമെന്നൊക്കെ അന്നേരം മനു മുത്തശ്ശിയോട് ചോദിക്കും കേട്ടോ. അലീന എന്ന് പറഞ്ഞ് അലീനയെ വിളിച്ചു. അപ്പോൾ അലീനതേ അവരുടെ അടുത്തേക്ക് വരുവാണ്. എന്താ എന്ന് ചോദിച്ചാൽ അപ്പോഴും മുഖത്തൊരു പുഞ്ചിരി ഉണ്ട് കേട്ടോ. മോതിരത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ മനു ചോദിക്കുമ്പം അലീന മുത്തശ്ശിയുടെ നേരെ ഒന്ന് നോക്കുക. ഇപ്പം മുത്തശ്ശി ഇങ്ങനെ തല കുനിച്ച് അലീനയെ കള്ളനോട്ടം നോക്കി നിൽക്കുക. അയ്യോ അയ്യോ അതൊന്നും സാരമില്ല കേട്ടോ, എന്നാലും അതൊക്കെ പറയണ്ടേ അലീന എന്ന് മനു ചോദിച്ചു. ഫോണിൽ നിൻ്റെ കയ്യിൽ ഒരു പഴയ ഫോണിൻ്റെ കയ്യിലുണ്ടായിരുന്നു, മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. ഞാനത് ചാർജ് ചെയ്യാൻ നോക്കി, പക്ഷെ വിളിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. കാണിച്ച് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മനു അത് മേടിച്ച് നോക്കുക. മമ്മി ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ടാ ഇതിൽ പൈസ നിറച്ചുകൊണ്ടിരുന്നേ. ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടല്ലോ എവിടെയാണ് മൊബൈൽ ഷോപ്പ് ഉള്ളതെന്നൊന്നും. അയ്യോ അതിന് മൊബൈൽ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്പർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന ബാഗിൽ നിന്നും ആ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. ഇതേ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചുള്ള കാലത്തുള്ള ഫോണാണല്ലോ എന്ന് മനു അലീനയോട് പറയാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനെ മനു വന്നിട്ട് ആ ഫോൺ എടുത്ത് ഇങ്ങനെ നമ്പർ ഞെക്കി പൈസ ഇട്ടു. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു. പൈസ ഇട്ട് കഴിഞ്ഞപ്പോൾ മനുവിനോട് ഇനിയിപ്പോൾ അതെനിക്ക് തരാൻ പോകുമായിരിക്കും അല്ലേ, കടം വീട്ടിലാണല്ലോ ജീവിത ലക്ഷ്യം അല്ലേ എന്ന് മനു ഇങ്ങനെ അലീനയോട് ചോദിച്ചു കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഒരടിപ്പൻ ഒരു ചായ എടുക്കുക, അത് ഞാൻ വരവ് വെച്ചോളാം. അപ്പോൾ അതും പറഞ്ഞ് മനു ഇങ്ങനെ അലീനയോട് ചായ എടുക്കാൻ പറഞ്ഞു. അലീന ചായ എടുക്കാൻ പോയി. ചായയൊക്കെ എടുത്ത് അലീന കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. ആ സമയത്ത് അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മനുവിൻ്റെ അരികിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അലീനയ്ക്ക് ചായ എടുത്തില്ലേ എന്ന് ചോദിച്ചു. കുറച്ച് നേരമായിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്, അപ്പോൾ ചായയും കുടിച്ചതാണെന്ന് അലീന പറയുമ്പം ആണോ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ എന്തായിരുന്നു കഴിക്കാൻ? പുട്ടും പഴവും, അത് അവിടുത്തെ സ്ഥിരം മെനുവാ. എന്നും അതാണോ? അതെന്താ അങ്ങനെ? അതൊരു വലിയ കഥയാണെന്നും ഇവിടെ മനു അന്നേരം അലീനയോട് പറയാട്ടോ. പിന്നെ മനു ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നു, അലീനയായിട്ട് വിശേഷമൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ വാഴകൃഷിയല്ലേ എന്ന് ചോദിച്ചു. അതല്ലേ പറഞ്ഞത്, ഈ വാഴ കൊലയ്ക്കും കൊല പഴുക്കും, അതൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതിയാണല്ലോ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പുട്ടുണ്ടാക്കുന്നത് മനുഷ്യർക്ക് കഴിക്കാനല്ല, ആ പഴുത്ത വാഴക്കൊലയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മുടെ മനു ഇങ്ങനെ പറയാം. അങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ്. ഒരു കൊല പഴുത്താൽ അത് തീരുന്നത് വരെ പുട്ട് പഴം പുട്ട് പഴം പഴം പുട്ട് അങ്ങനെയൊക്കെയാ. എന്നാൽ ആ പഴം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടെന്ന്. ഇല്ല, അപ്പോഴേക്കും അടുത്ത കൊല പഴുക്കും, പിന്നെയും ഈ പുട്ട് പഴം ഇത് തന്നെയാകുമെന്ന് പറഞ്ഞു.
ഇതിങ്ങനെ ലോകാവസാനം വരെ പോയിക്കൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ മനു ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നതെല്ലാം വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് കേട്ടോണ്ട് നിൽക്കുക നമ്മുടെ അലീന. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അലീനയെ. ആ ഒരു സമയത്ത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പൊട്ടുവരുന്ന സ്ഥലം ഏതാണെന്ന് ചോദ്യം വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, അപ്പം തന്നെ ആൻസർ ചെയ്തോ, കൊല്ലപ്പള്ളി കൈതക്കലെ മാളികയിലെ വീട്. അപ്പോഴേക്ക് അലീന ചിരി പൊട്ടിപ്പൊട്ട് വലുതായി ചിരിക്കാൻ തുടങ്ങി. അത് ഓപ്ഷൻസ് പലതും വരും കേട്ടോ. എ ഹോട്ടൽ, ബി ചായക്കട, സി തട്ടുകട എന്നൊക്കെ. പക്ഷെ അതൊന്നും എഴുതാൻ പാടില്ല. ടിക് ഡി കൈതക്കൽ അത് എഴുതണം കേട്ടോ. അപ്പോൾ ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. അപ്പോൾ അതിനടുത്ത് ഇതിന് പോയിട്ടുണ്ടെന്നൊക്കെ പറയോ. അയ്യോ മതി മനുവേട്ടാ, എനിക്ക് വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞു അലീന. അങ്ങനെ അലീന മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു ഈ വീട്ടിൽ വന്നതിന് ശേഷം. പക്ഷെ ഞാനിവിടെ നിന്നപ്പോൾ അപ്പവും ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അതല്ലേ രസം. അന്ന് ജോലി എടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ, അമ്മയ്ക്ക് കൽപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അലീനെ ഇന്ന് ദോശ, നാളെ ഇഡ്ഡലി, മറ്റന്നാൾ ഇടിയപ്പം, അങ്ങനെയൊക്കെ. അതൊക്കെ കേട്ട് അലീന ചിരിക്കും. അമ്മന് ചായയും കുടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ അലീനെ ഇങ്ങനെ നോക്കുക. ഇപ്പോൾ കുറച്ച് റിലാക്സേഷനൊക്കെ കിട്ടിയില്ലേ എന്ന് മനു ചോദിച്ചു. അപ്പം ഞാൻ ഇനിയും വരാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, എന്നിട്ട് ഇതുപോലെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ പറയാം. അപ്പോൾ ചിരിച്ചങ്ങ് തള്ളിയേക്കണം മനസ്സിലായ ടെൻഷനൊക്കെ കേട്ടോ എന്ന് അലീനയോട് പറയുമ്പം എന്ന് പറഞ്ഞാൽ അലീന തലയാട്ടി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണെന്ന് പറയുമ്പം ട്രാൻസ്ഫർ ആണോ എന്ന് ചോദിച്ചു. അല്ല, നമുക്കങ്ങനെ ട്രാൻസ്ഫറൊക്കെ കിട്ടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കുറവാണ്. ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ചാടണം, അതേ ഉള്ളൂ രക്ഷ. എറണാകുളത്ത് വന്നാലോ? ഇൻഫോ പാർക്ക്. ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് സാലറി കുറച്ച് കുറവായിരിക്കും, അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അലീന എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ ഞാനെന്നാ പറയാൻ, അതിനൊക്കെ വരണം എന്ന് പറയണം, അല്ലെങ്കിൽ വരണ്ട എന്ന് പറയത്തില്ലേ. അപ്പോൾ അലീന ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് അലീന ചോദിച്ചു. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു അനാഥ പെണ്ണല്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കാം. അത് കേട്ടപ്പോൾ മനുവിന് സങ്കടമായിട്ടോ. ഓക്കെ എന്നും പറഞ്ഞു മനു അവിടെ നിന്ന് എഴുന്നേറ്റു. അയ്യോ സമോസ കഴിച്ചില്ലല്ലോ, അത് വേണ്ടാഞ്ഞിട്ടാ എനിക്ക്, ഇനിയും വരുമല്ലോ ഞാനൊന്നും പറഞ്ഞ് നമ്മുടെ മനു യാത്ര പറയാം. അയ്യോ ഇന്നലെ പോവാണോ എന്ന് ചോദിച്ചു. പോണം. അപ്പോൾ ഇപ്പോൾ ഫോൺ ശരിയായല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വിളിച്ചോളാം. അപ്പോൾ ശരി പോട്ടെ എന്ന് പറഞ്ഞ് യാത്രയും പറഞ്ഞ് മനു പോയി. മനു അങ്ങ് പോകുമ്പോഴും അലീന ഇങ്ങനെ യാത്ര അയച്ച് ഇങ്ങനെ ആ വാതിലിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. മനു ആണെങ്കിൽ വീണ്ടും വീണ്ടും യാത്ര പറയാം. യാത്ര പറച്ചില തിരിഞ്ഞു നിന്ന് തലയാട്ടി പോട്ടെ എന്നും പറഞ്ഞിങ്ങനെ വീണ്ടും വീണ്ടും തലയാട്ടി കാണിച്ചിട്ട് മനു അവിടെ നിന്ന് അങ്ങ് പോണു. മനു പോയി ആ ഗേറ്റിൻ്റെ പുറത്ത് ഇറങ്ങുന്നത് വരെ നമ്മുടെ അലീന ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രേസമ്മയും മാമച്ചനും അതുപോലെ നമ്മുടെ രേവതിക്കുട്ടിയും അവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് രേവതിക്കുട്ടി ഇങ്ങനെ അടുത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന രേവതിയെ കണ്ടപ്പം അല്ല നീ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പം കഴിച്ചാൽ എന്താ കുഴപ്പം, അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം. ഗ്രേസമ്മേ ഇവരുടെ കഴിപ്പം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ വെട്ടി വിഴുങ്ങാലോ, ആര് കാണാനാ എന്നൊക്കെ പറഞ്ഞപ്പം അതിനുവേണ്ടി തന്നെയാ എന്ന് രേവതിക്കുട്ടി എന്നിട്ട് മാമച്ചനോട് പറഞ്ഞു. നീ എന്തൊക്കെയാണ് തിന്നുന്നേ, സത്യം പറയാൻ പറഞ്ഞു. 12 ചപ്പാത്തി, 1/2 കിലോ ബീഫ്, ഹാഫ് ചിക്കൻ, 2 പ്ലേറ്റ് ചോറ്, പിന്നെ കുടുംബം വെളുപ്പിക്കല്ലോടി നീ എന്ന് മാമച്ചൻ പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നു മാമച്ചായ, നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ പിന്നെ കഴിച്ചോളാമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുതെന്ന് എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കത്തില്ല എന്ന് ഗ്രേസമ്മ നേരം പറഞ്ഞു. ആഹാരം വേസ്റ്റാക്കി കളയുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നത് കൊണ്ടാണ്. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ, അതുകൊണ്ടാണെന്നും കൊച്ചു പറഞ്ഞു. ഞങ്ങളിനി ഫുഡ് വേസ്റ്റ് ആക്കുന്നില്ല പോരെ. അപ്പം എന്നും പറഞ്ഞു ഇങ്ങനെ തലയാട്ടി നീ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഗ്രേസമ്മ പറഞ്ഞനുസരിച്ച് നമ്മുടെ രേവതിക്കുട്ടിയും ഭക്ഷണം എടുത്ത് കഴിക്കാം. ഒരു ഉള്ളോളം എടുത്തിട്ടുള്ളൂ. അങ്ങനെ കറിയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ഫുഡ് എടുത്ത് കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും നീ ഇതെവിടെ പോകാമെന്ന് ചോദിച്ചു ഗ്രേസമ്മ. അത് പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. അവിടെ എവിടെ ഇരുന്ന് കഴിക്കാനാ, ഞാൻ സ്ലാബിൽ പ്ലേറ്റ് വെച്ചിട്ട് നിന്നുകൊണ്ട് ഞാൻ കഴിച്ചോളാം. എൻ്റെ ദൈവമേ, ഞാൻ പല തവണ നോട്ട് ചെയ്തതാ, നിന്നുകൊണ്ടാണോടി ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഇരുന്ന് കഴിക്കാൻ അറിഞ്ഞുകൂടെ നിനക്കാന്ന് ചോദിച്ചു ഗ്രേസമ്മ. അതിന് വഴക്ക് പറയുന്നു. ഞാൻ എത്ര തവണ പറഞ്ഞു നിന്നോട് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാൻ, എന്താടി നീ അത് ചെയ്യാത്തത്, ഇപ്പോൾ ഒന്നിരുന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴോ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ഞാൻ ഇരുന്നോളാവെന്ന് പറയുമ്പോൾ ചേടാ പറയുന്നത് കേക്ക് പെണ്ണേ, ഇവിടെ വന്ന് വന്നിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും രേവതിക്കുട്ടി ഇങ്ങനെ മരിക്കും. ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അയ്യോ ഞാൻ നിങ്ങളുടെ ഒപ്പം ഇരിക്കാനോ, അതെന്താ ഞങ്ങളോടൊപ്പം ഇരുന്നാൽ ആകാശം ഇടിഞ്ഞ് നിന്റെ തലയിലേക്ക് വീഴുവോ, നീ ഒപ്പം ഇരുന്നാൽ ഞങ്ങളുടെ അന്തസ്സും അഭിമാനവും തകർന്ന് തരിപ്പണമായി പോകുമോ എന്ന് ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കാം. നീയാണോ
അതൊക്കെ ഇങ്ങനെ താങ്ങി പിടിച്ച് നടക്കുന്നത്. ഇരുപടി അവിടെ വരയ്ക്കുന്നത് കഴിക്കടി എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഒരു മകളെ പോലെ അവർ ചേർത്ത് പിടിക്കുക. അപ്പോഴേക്കും അകലെ മാറി ഒരു കസേരയിലേക്ക് ഇരിക്കുന്നപ്പോൾ അവിടെ അല്ല ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ച് മാമച്ചൻ്റെ അടുത്തിരുത്തി. അങ്ങനെ ഇവരുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ പാത്രം കൈ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്ലേറ്റ് ഇവിടെ വെച്ച് കഴിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസം അങ്ങനെ പേടിച്ച് വിറച്ച പ്ലേറ്റ് അവിടെ വെച്ചു. അതിനുശേഷം ഒരു വലിയ ചിക്കൻ കാലും എടുത്ത് നമ്മുടെ രേവതിക്കുട്ടിക്ക് കൊടുത്തു. ഗ്രേസമ്മ കഴിക്കും, നിന്നെ നന്നാക്കാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രേവതിക്കുട്ടിയോട് ഗ്രേസമ്മ പറയാം. അങ്ങനെ അതും പറഞ്ഞ് രേവതിക്കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒരു ചെറു ചിരിയും പുഞ്ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടി കരയണം. നീ എന്താ കരയാൻ പോവാണോ ഗ്രേസമ്മ അന്നേരം ചോദിച്ചു. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരുന്ന് നോക്കുക ഇവരെ. അങ്ങനെ ആ ഒരു മനസ്സ് അലിയുന്ന അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.